നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൽ ഒരു ഇലക്ട്രിക് ഫീൽഡുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കോമ്പിനേഷനായി വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. എന്നു മാത്രമല്ല അത് വേവ് കടന്നു പോകുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലറാണ്. ചുരുക്കത്തിൽ മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ദി വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിന്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിന്, ഇവ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. റിപ്പീറ്റ് ചെയ്താൽ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. എന്താണ് ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മനസ്സിലാക്കി. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രത്യേകത ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ആയിക്കൊണ്ടുമിരിക്കും. അതുപോലെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ തന്നെ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡുണ്ട്, ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഇത് ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷന്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കടന്നു പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറാണ്. മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിനിനും മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിനിനും പെർപെൻഡിക്കുലർ ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അത് ഇ ക്രോസ് ബിക്ക് പാരലലായിരിക്കും. ഇ ക്രോസ് ബി അതിന് പാരലലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിനെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു, ഇ ക്രോസ് ബി. ആ ഇ ക്രോസ് ബിക്ക് ഒരു ഡയറക്ഷൻ കാണും, അതിന് പാരലലായിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുക. നമുക്കറിയാം, ഒരു ക്രോസ് പ്രോഡക്റ്റ് എ ഒരു വെക്ടറും ബി ഒരു വെക്ടറുമാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതേസമയം ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് റെഡിയാകുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിനും പെർപെൻഡിക്കുലറാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലറാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. Direction of propagation of an electromagnetic wave, it is parallel to E cross B. Okay. അടുത്തത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ക്രോസ് ബിക്ക് പാരലലായിട്ട് വരുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മാത്രമാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡിന് സി എന്ന സിമ്പൽ കൊടുക്കും. സി ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെ സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. സി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. ഡയറക്ഷൻ ഇ ക്രോസ് ബിക്ക് പാരലലാണ്, അത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂളാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായി
കണ്ടുവരാറുള്ളൊരു ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തരും, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ ചോദിക്കും. അതല്ലെങ്കിൽ നേരെ തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തരും, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ C=E/B എന്ന റിലേഷൻ ഓർമ്മയുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് അത് കണ്ടുപിടുത്താൻ പറ്റും. സിയുടെ വാല്യൂ 3 × 10⁸ ഫ്രീ സ്പേസിൽ, വാക്വത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി സ്പീഡ് 3 × 10⁸ ആണ്. ഇ തന്ന് ബി ചോദിക്കാം, ബി തന്ന് ഇ ചോദിക്കാം, സിയുടെ വാല്യൂ 3 × 10⁸ എന്നെടുത്താണ് ചെയ്യേണ്ടത്. അത്തരം പ്രോബ്ലങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേസമയം വളരെ സിമ്പിളായിട്ടുള്ള റിലേഷനാണ് സ്പീഡ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈക്വൽ ടു E/B, ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഫ്രീ സ്പേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെ വെലോസിറ്റി കണ്ടെത്താനുള്ള മറ്റൊരു ഇക്വേഷൻ 1/√μ0 ε0. ഇതിൻ്റെ ഡെറിവേഷനൊന്നും നമ്മൾ ഓർക്കണ്ട. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് ഫ്രീ സ്പേസിൽ വാക്വത്തിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ 1/√μ0 ε0. ഇനി ഒരു മീഡിയം ആണെങ്കിൽ, ഫ്രീ സ്പേസിന് പകരം മറ്റേതെങ്കിലും ഒരു മീഡിയം ആണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും? μ0 എന്നുള്ളതിന് പകരം μ, ε0 എന്നുള്ളതിന് പകരം ε. അതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം 1/√μ0 μr, മ്യൂവിന് പകരം എപ്സിലോൺ പെർമിറ്റിവിറ്റിയാണ്, ε0 εr എല്ലാം റൂട്ടിനകത്ത്. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം 1/√μ0 ε0 ഇൻറ്റു ഡിനോമിനേറ്ററിൽ തന്നെ √μr ε0. 1/√μ0 ε0 അതെന്താണ്? C, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ഡിവൈഡഡ് ബൈ √μr ε0. അപ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം കിട്ടും. ഒരു മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയും ഫ്രീ സ്പേസിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ √μr ε0. μr എന്നുള്ളത് ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി, ε0 എന്നുള്ളത് ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, ഇനി റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് എന്ന് പഠിക്കാനുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. നമുക്കറിയാം ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പല മീഡിയത്തിലും പല സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. ഫ്രീ സ്പേസിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയെ ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ n എന്ന സിമ്പിൾ കൊടുത്താൽ C ഇൻ വാക്വം ഡിവൈഡഡ് ബൈ C ഇൻ മീഡിയം. നമ്മൾ നേരത്തെ മനസ്സിലാക്കി C മീഡിയം ഇസ് ഈക്വൽ ടു C വാക്വം ഡിവൈഡഡ് ബൈ √μr ε0. അതിൽ നിന്നും C വാക്വം ഡിവൈഡഡ് ബൈ C മീഡിയം കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? √μr ε0 കിട്ടും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് വാക്വത്തിലെ സ്പീഡ് E/B. മറ്റൊരു റിലേഷൻ 1/√μ0 ε0. ഒരു മീഡിയത്തിലാകുമ്പോൾ അത് ഇങ്ങനെ വരും. സോ C മീഡിയം ഈക്വൽ ടു C വാക്വം ഡിവൈഡഡ് ബൈ √μr ε0. C വാക്വം ഡിവൈഡഡ് ബൈ C മീഡിയം എന്നുള്ളത് ആ മീഡിയത്തിൻ്റെ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ √μr ε0. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്
ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ ഇ ക്രോസ് ബിക്ക് പാരലലായിരിക്കും എന്നുള്ളത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇയെ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇ ബൈ ബി. മറ്റൊരു ഇക്വേഷൻ 1/√μ0ε0. ഫ്രീ സ്പേസ് അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു മീഡിയം ആണെങ്കിൽ 1/√με. ഓക്കെ. അടുത്തത് എനർജി ഡെൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റി നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിനകത്ത് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യും എന്നും സ്റ്റോർ ചെയ്ത എനർജിയെ ആ റീജിയൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എനർജി ഡെൻസിറ്റി കിട്ടുക എന്നും നമുക്കറിയാം. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിനകത്ത് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മീൻസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മുടെ കേസിലേക്ക് വന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇലക്ട്രിക് ഫീൽഡിനകത്ത് എനർജി ഉണ്ടാകും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിനകത്തും എനർജി ഉണ്ടാകും. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എനർജിയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നു. ദാറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എനർജി അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുമായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ടോട്ടൽ എനർജിയുടെ കറക്റ്റ് പകുതി അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലും രണ്ടാമത്തെ പകുതി അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലുമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എനർജി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വലി ഡിവൈഡഡ് ഇൻ ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. പലതവണ ചോദിച്ച ചോദ്യമാണ് റേഷ്യോ ഓഫ് ദി എനർജി സ്റ്റോർഡ് in the electric field to the energy stored in the magnetic field in the case of an electromagnetic wave. Electromagnetic വേവിൽ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത എനർജിയും മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത എനർജിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? രണ്ടും ഈക്വൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ റേഷ്യോ 1:1 എന്ന് വരും. ഓക്കെ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ. എനർജി ഡെൻസിറ്റി ഓഫ് an electromagnetic wave equal to energy density of electric field plus energy density of magnetic field. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പണ്ട് മനസ്സിലാക്കിയ ഇക്വേഷൻ 12ε0 E². അതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ 12b² ഡിവൈഡഡ് ബൈ μ0 എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. 12ε0 E² ഇലക്ട്രിക് ഫീൽഡിലെ 12b² ബൈ μ0 മാഗ്നറ്റിക് ഫീൽഡിലെ എനർജി ഡെൻസിറ്റി. രണ്ടും സം ചെയ്താൽ എനർജി ഡെൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം, ഇലക്ട്രിക് ഫീൽഡിലെ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിലെ എനർജി ഡെൻസിറ്റിയും ഈക്വലാണ്. അപ്പോൾ ഇത് രണ്ടും സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ε0 E² എന്ന് എഴുതാം, അല്ലെങ്കിൽ b² ഡിവൈഡഡ് ബൈ μ0 എന്ന് എഴുതാം. 12ε0 E² പ്ലസ് 12b² ബൈ μ0 അങ്ങനെ എഴുതാം. രണ്ടും ഈക്വൽ ആയതിനാൽ ഇത് രണ്ടും സം ചെയ്താൽ കിട്ടുന്നത് ആദ്യത്തേതിൻ്റെ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തേതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ ആദ്യത്തേത് ഇൻ ടേംസ് ഓഫ് ബോത്ത് ദി ഫീൽഡ്സ്, രണ്ടാമത്തേത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ മാത്രം, മൂന്നാമത്തേത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിൽ മാത്രം. ഇനി ഇത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം,
99% പ്രോബ്ലങ്ങളിലും ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും ചോദിക്കുക. ആവറേജ് എനർജി ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ RMS വാല്യൂ ആവും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ RMS വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എനർജി ഡെൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ചോദിച്ചാൽ ആവറേജ് എനർജി ഡെൻസിറ്റി. ചില ചോദ്യങ്ങളിൽ പീക്ക് വാല്യൂ ഓഫ് ദി എനർജി ഡെൻസിറ്റി ചോദിക്കും. പീക്ക് വാല്യൂ ചോദിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ ഉപയോഗിക്കണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത്. ചോദ്യം വായിച്ച് മനസ്സിലാക്കി. ആവറേജ് എനർജി ഡെൻസിറ്റി ആണെങ്കിൽ RMS വാല്യൂ ഉപയോഗിച്ചും, എനർജി ഡെൻസിറ്റിയുടെ പീക്ക് വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞത് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂവുമാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവറേജ് എനർജി ഡെൻസിറ്റി കണ്ടെത്താനായിരിക്കും ചോദ്യം. ചോദ്യത്തിൽ തന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ ആയിരിക്കും. അങ്ങനെ വന്നാൽ ആ പീക്ക് വാല്യൂവിൽ നിന്നും നമ്മൾ RMS വാല്യൂ കണ്ടെത്തിയതിന് ശേഷം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചോദ്യത്തിനകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ തന്നാൽ അതിൽ നിന്നും ആദ്യം നമ്മൾ RMS വാല്യൂ കണ്ടെത്തണം. ആ RMS വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കണ്ടെത്തേണ്ടത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അടുത്തത് ഇൻറ്റൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്നാൽ എന്താണ്? ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദി എനർജി പ്രോപ്പഗേറ്റഡ് പെർ സെക്കൻഡ് ത്രൂ യൂണിറ്റ് ഏരിയ. നമുക്കറിയാം, ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ മീഡിയത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എനർജി പ്രോപ്പഗേറ്റ് ചെയ്തു പോകുമെന്ന്. എനർജി പ്രോപ്പഗേറ്റ് ചെയ്തു പോകും. അങ്ങനെ ഒരു വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവോ മറ്റെന്ത് വേവോ ആയിക്കോട്ടെ, ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലൂടെ എനർജി പ്രോപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഒരു സെക്കൻഡ് സമയം കൊണ്ട് മീഡിയത്തിൻ്റെ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നുപോയ എനർജിക്ക് പറയുന്ന പേരാണ് ആ വേവിൻ്റെ ഇൻറ്റൻസിറ്റി. മീഡിയത്തിൻ്റെ യൂണിറ്റ് ഏരിയയിലൂടെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എന്തുമാത്രം എനർജിയാണോ കടന്നുപോയത്, പ്രോപ്പഗേറ്റ് ചെയ്ത് പോയത്, ആ എനർജിക്ക് പറയുന്ന സ്പെഷ്യൽ പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ ഇനി ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ടോട്ടൽ എനർജി പ്രോപ്പഗേറ്റഡ് ഡിവൈഡഡ് ബൈ ആ എനർജി കടന്നുപോയ ഭാഗത്തിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ ഒരു സെക്കൻഡിൽ യൂണിറ്റ് ഏരിയയിലൂടെ പ്രോപ്പഗേറ്റ് ചെയ്ത് പോയത് കിട്ടും, മീൻസ് ഇൻറ്റൻസിറ്റി കിട്ടും. സോ ടോട്ടൽ എനർജി പ്രോപ്പഗേറ്റഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സെക്ഷൻ ഓഫ് ദി മീഡിയം കൺസിഡേർഡ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി നമുക്കറിയാം, എനർജി ബൈ ടൈം എന്നുള്ളത് പവറാണ്. പവർ, എനർജി പ്രോപ്പഗേറ്റഡ് പെർ സെക്കൻഡ് പവർ. സോ പവർ ബൈ ഏരിയ അതെന്താണ്? ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി രണ്ട് രൂപത്തിൽ മനസ്സിലാക്കണം: എനർജി പ്രോപ്പഗേറ്റഡ് പെർ സെക്കൻഡ് ത്രൂ യൂണിറ്റ് ഏരിയ ഓർ പവർ പ്രോപ്പഗേറ്റഡ് പെർ ഏരിയ. ഇൻറ്റൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, മറ്റേത് വേവിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനിഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഈ പറഞ്ഞ പോലെയാണ്. ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, പവറിൻ്റെ ഇക്വേഷൻ വാട്ട് ഏരിയ മീറ്റർ സ്ക്വയർ. വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഡയമെൻഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എനർജിയുടെ ഡയമെൻഷൻ എഴുതണം, ഏരിയയുടെ ഡയമെൻഷൻ എഴുതണം, ടൈമിൻ്റെ ഡയമെൻഷൻ എഴുതണം, സിംപ്ലിഫൈ ചെയ്യണം. എന്ത് കിട്ടും? ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ അല്ലെങ്കിൽ മറ്റേതൊരു വേവിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ആൻഡ് എനർജി ഡെൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും
എനർജി ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇൻറ്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കി. ടോട്ടൽ എനർജി പ്രൊപ്പഗേറ്റഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. നമ്മൾ നേരത്തെ മനസ്സിലാക്കി എനർജി ഡെൻസിറ്റി എനർജി ബൈ വോളിയം. അപ്പോൾ ടോട്ടൽ എനർജിയെ നമുക്ക് എങ്ങനെ എഴുതാം? എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി. ഞാൻ വോളിയത്തിനെ ഏരിയ ഇൻറ്റു തിക്നെസ്, ഡിസ്റ്റൻസ്, ലെങ്ത്ത്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ബേസ് ഏരിയ ഇൻറ്റു തിക്നെസ്, ബേസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഇതെല്ലാം എന്താണ്? വോളിയമാണ്. സോ ഏരിയ ഇൻറ്റു, തൽക്കാലം ഞാൻ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്നുള്ളതിന് പകരം ഡിസ്റ്റൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഏരിയ ഇൻറ്റു ടൈം. ഏരിയ ഏരിയ ക്യാൻസലാകുന്നു. ഡിസ്റ്റൻസ് ബൈ ടൈം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ മറ്റേതൊരു ഒബ്ജക്റ്റിൻ്റെയും കേസിൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും, സ്പീഡ് കിട്ടും. സോ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഇൻറ്റു സ്പീഡ്. ഒരു വേവിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ആവട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എനർജി ഡെൻസിറ്റിയെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു, ഇൻറ്റൻസിറ്റി പവർ ബൈ ഏരിയയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. ഇൻറ്റൻസിറ്റി ഈക്വൽ ടു എനർജി ഡെൻസിറ്റി എപ്സിലോൺ 0 E സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു സി ഇൻറ്റൻസിറ്റിയായി. ഓർ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു എനർജി ഡെൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിൽ ബി സ്ക്വയർ ബൈ മ്യൂ 0 ഇൻറ്റു സി. ഇൻറ്റൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ടേംസിൽ എഴുതുമ്പോൾ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ പ്ലസ് ഹാഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 ഇൻറ്റു സി. ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഫോളോ ചെയ്താൽ ആ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടും. ഇൻറ്റൻസിറ്റിയും എനർജി ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. എനർജി ഡെൻസിറ്റി എനർജി പെർ വോളിയമാണ്. ഇൻറ്റൻസിറ്റി എനർജി ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം അല്ലെങ്കിൽ പവർ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷനാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്തെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ അതിങ്ങനെ വരും: ഇ ഈക്വൽ ടു E0 സൈൻ KX മൈനസ് ഒമേഗ ടി. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം പഠിച്ച വേവ്സ് എന്ന ചാപ്റ്ററിൽ ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനുണ്ട്, അതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇതിനകത്തുള്ള ഓരോ ടേമും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ, E0 എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ. പീക്ക് വാല്യൂ എന്നും പറയാം, മാക്സിമം വാല്യൂ എന്നും പറയാം. ഇനി K എന്നുള്ളത് പ്രോപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്ന പേരിൽ അറിയപ്പെടും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, അത് കണ്ടുപിടിക്കാനൊരു ഇക്വേഷനുണ്ട്, 2π/λ. ലാംഡ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വേവ് ലെങ്ത്. 2π/λ എന്നുള്ളതാണ് ഈ കാണുന്ന K.
എക്സിൻ്റെ കൊയഫിഷ്യൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ടിയുടെ കൊയഫിഷ്യൻ്റായിട്ട് വരുന്നത് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും. ആംഗുലാർ വെലോസിറ്റി, അതിന് സാക്ഷാൽ ഫ്രീക്വൻസിയുമായിട്ടുള്ള റിലേഷൻ ഇതാണ് 2πν. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം 2π/t. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷനിൽ എക്സിൻ്റെ കൊയഫിഷ്യൻ്റായിട്ട് വരുന്നത് പ്രോപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് 2π/λ, ടിയുടെ കൊയഫിഷ്യൻ്റായിട്ട് വരുന്നത് ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി, ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണ് ആ റിലേഷൻ 2πν. ഇനി നമ്മൾ ω/k ചെയ്ത് നോക്കിയാൽ ആരാണ് ഒമേഗ? ഒമേഗ 2π ഇൻറ്റു ഫ്രീക്വൻസി, k പ്രോപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് 2π ഡിവൈഡഡ് ബൈ ലാംഡ, 2π ക്യാൻസലായി പോയി, ന്യൂ ഇൻറ്റു ലാംഡ. ഒരു വേവിൻ്റെ ഫ്രീക്വൻസിയെ അതിൻ്റെ വേവ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആ വേവിൻ്റെ സ്പീഡ് കിട്ടും, അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടും. ω/k എന്നുള്ളത് എന്തിനു തുല്യമാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡിന് ഈക്വലാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഇക്വേഷൻ തരും. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന രൂപത്തിൽ ചോദ്യത്തിലൊരു ഇക്വേഷൻ കാണും. നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് ഒന്നുകിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡ, അതല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ, അതുമല്ലെങ്കിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. വേവ് ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത് എങ്കിൽ വളരെ നിഷ്പ്രയാസം ചെയ്യാം. തന്നിട്ടുള്ള ഇക്വേഷനിൽ എക്സിൻ്റെ കൊയഫിഷ്യൻ്റായിട്ട് വരുന്നത് k ആണ്, k 2π/λ. ഇക്വേഷൻ നോക്കുന്നു, എക്സിൻ്റെ കൊയഫിഷ്യൻ്റ് എഴുതുന്നു, ഈക്വൽ ടു 2π/λ എന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വേവ് ലെങ്ത് കിട്ടും. ടിയുടെ തന്നിട്ടുള്ള ഇക്വേഷനിൽ ടിയുടെ കൊയഫിഷ്യൻ്റ് നോക്കുന്നു, അത് ഒമേഗയാണ്. ടിയുടെ കൊയഫിഷ്യൻ്റ് എഴുതുന്നു, ഈക്വൽ ടു 2πν എന്ന് എഴുതുന്നു. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസിയും കിട്ടും. ഇനി സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് ചോദിച്ചത് എങ്കിൽ മകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി ഫ്രീ സ്പേസിൽ ചോദിച്ചാൽ അത് കാൽക്കുലേഷനൊന്നും ആവശ്യമില്ല, 3 × 10⁸. മറ്റേതെങ്കിലും മീഡിയത്തിലെ കാര്യമാണ് ചോദിച്ചത് എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ മതിയാവൂ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഒമേഗ കണ്ടെത്തുന്നു, തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് k കണ്ടെത്തുന്നു. എങ്ങനെ കണ്ടെത്തുന്നു? തന്നിട്ടുള്ള ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് ω/k ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ B = B0, മറ്റു മാറ്റങ്ങളൊന്നുമില്ല, kx - ωt. സാധാരണ കണ്ടുവരാറുള്ളൊരു ചോദ്യം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ ഇക്വേഷൻ തരും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ എന്താണ്? അതായിരിക്കും ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് B0യുടെ വാല്യൂ വേണം. ചോദ്യത്തിൽ തന്നിട്ടുള്ള ഇക്വേഷനിൽ നമുക്ക് E0യുടെ വാല്യൂ കിട്ടും. നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു E0/B0 ആണെന്ന്. സോ B0 = E0/c. മിക്കവാറും ഫ്രീ സ്പേസിലെ കാര്യമായിരിക്കും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂവിനെ E0a, ചോദ്യത്തിൽ തന്ന ഇക്വേഷനിൽ നിന്നും കിട്ടുന്ന E0a c കൊണ്ട് 3 × 10⁸ കൊണ്ട് വേഗത്തിലാണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് B0 കിട്ടും. എന്നിട്ട് ഇക്വേഷൻ എഴുതും. sin kx - ωt, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ അവരെന്താണോ തന്നത് അത് അതേപോലെ കോപ്പി ചെയ്താൽ മതിയാകും. ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, E0യിൽ നിന്ന് B0 കണ്ടെത്തി ഈ B0ക്ക് പകരം എഴുതുക എന്ന് മാത്രം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, E = E0 sin kx - എന്ന് എഴുതിയതിന് പകരം ωt, ആ സൈനിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്, സൈനിൻ്റെ ആംഗിൾ ആയിട്ട് വരുന്നത് ωt - kx അങ്ങനെയും എഴുതാം. kx - ωt ഓർ ωt - kx, ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്.
പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പ്രോപ്പഗേറ്റ് ചെയ്തു പോകുന്ന വേവ് ആണത്. പോസിറ്റീവ് എക്സ് ആണോ നെഗറ്റീവ് എക്സ് ആണോ എന്ന് വേർതിരിച്ചറിയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം. സൈനിൻ്റെ ആംഗിളിനകത്ത് രണ്ട് ടേമുകൾ കാണും, ഒന്ന് എക്സ് ഉള്ളത് ഒന്ന് ടി ഉള്ളത്. ആ രണ്ട് ടേമുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചാണെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് ആണെങ്കിൽ അതായത് കെ എക്സ് പ്ലസ് ഒമേഗ ടി, കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നോ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്നോ ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ചോദിക്കാറുണ്ട്. ഈക്വേഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എക്സ് ഡയറക്ഷൻ ആണെന്ന്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. കെ എക്സ് മൈനസ് ഒമേഗ ടി ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നാണെങ്കിലും പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഈ മൈനസിന് പകരം പ്ലസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നോ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്നോ ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് എങ്കിൽ ഈ എക്സിന് പകരം വൈ ആയിരിക്കും. അതും നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം. കെ വൈ മൈനസ് ഒമേഗ ടി ഓർ ഒമേഗ ടി മൈനസ് കെ വൈ. ആ സൈനിൻ്റെ ആംഗിളായിട്ട് വരുന്ന ആ രണ്ട് ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത് മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് വൈ ഡയറക്ഷനിലും പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിലുമാണ് എന്ന് എഴുതും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷനുകൾ ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലെല്ലാം എഴുതാൻ പറ്റും. ഇ സീറോ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, ബി സീറോ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. ഇത് രണ്ടും വൈ ആക്സിസിൽ പോകുന്നത് കെ വൈ മൈനസ് ഒമേഗ ടി അങ്ങനെയും എഴുതാം. ഒമേഗ ടി മൈനസ് കെ വൈ, ഒമേഗ ടി മൈനസ് കെ വൈ തിരിഞ്ഞു വരും, ഒമേഗ ടി മൈനസ് കെ വൈ. ഈ കാണുന്നത് ഇസഡ് ഡയറക്ഷനിൽ പ്രോപ്പഗേറ്റ് ചെയ്തു പോകുന്നത്. ഇക്വേഷനിൽ ഇസഡ് ആണുള്ളത്. കെ ഇസഡ് മൈനസ് ഒമേഗ ടി പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിൽ. ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി സീറോ സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗ ടി. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിലുള്ളത്, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലുള്ളത്. ഇത് ഒമേഗ ടി പ്ലസ് കെ ഇസഡ് നെഗറ്റീവ് സെഡ് ഡയറക്ഷനിൽ പോകുന്നത്. ഇത് നെഗറ്റീവ് സെഡ് ഡയറക്ഷനിൽ പോകുന്നതാണ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്താണ്? പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിൽ പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ പോകും. കാര്യം സിമ്പിളാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കുക. ഇ സീറോ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, എക്സ് ആണെങ്കിൽ എക്സ് ഡയറക്ഷൻ, മൈനസ് വന്നതിനാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേംസിലാകുമ്പോൾ ഇ സീറോ മാറ്റി ബി സീറോ ആക്കണം എന്ന് മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻസിഡൻറ്റ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് തട്ടുന്ന കേസിൽ നമുക്കറിയാം, ഒരു ലൈറ്റ് വേവ് ഒരു സർഫസിൽ വന്നു തട്ടിയാൽ ആ സർഫസിൻ്റെ പ്രത്യേകത അനുസരിച്ച് പെർഫെക്റ്റ് റിഫ്ലക്റ്റഡ് ആണെങ്കിൽ വന്നു തട്ടിയത് അതേപടി റിഫ്ലക്റ്റ് ചെയ്തു പോകും. വന്ന് തട്ടിയത് പെർഫെക്റ്റ് റിഫ്ലക്റ്റഡ് ആണെങ്കിൽ ഇൻസിഡൻറ്റ് വേവ് മൊത്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകും. പെർഫെക്റ്റ് അബ്സോർബർ ആണെങ്കിൽ വന്ന് തട്ടിയതിനെല്ലാം അബ്സോർബ് ചെയ്യും. ഇൻ പ്രാക്ടീസ് മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയുമില്ല, മുഴുവനായിട്ട് അബ്സോർപ്ഷൻ നടക്കുകയും
നടക്കുകയുമില്ല. ഇതിന് രണ്ടിനും ഇടയിലാണ് കാര്യങ്ങൾ സംഭവിക്കുക. പക്ഷെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നായിരിക്കും ഉണ്ടാവുക. ഒന്ന് പെർഫെക്റ്റ് അബ്സോർപ്ഷൻ, വന്ന് തട്ടിയതിന് മുഴുവൻ അബ്സോർബ് ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സർഫസിൽ ലൈറ്റ് പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തട്ടുമ്പോഴുള്ള കാര്യമാണ്. അതിൻ്റെ രണ്ട് എക്സ്ട്രീം കേസുകളാണ് നമ്മുടെ എക്സാമിന് ചോദ്യമായിട്ട് വരാറ്. ഒന്ന്, ആ സർഫസ് വന്ന് തട്ടിയ വേവിനെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യുന്നതും. രണ്ടാമത്തെ എക്സ്ട്രീം കേസ്, ആ സർഫസ് വന്ന് തട്ടിയ വേവിനെ മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ പ്രാക്ടീസ് ഇതിന് രണ്ടിനും ഇടയിലായിട്ടാണ് കാര്യങ്ങൾ നടക്കാറ്. മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയുമില്ല, മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യുകയുമില്ല. എക്സാമിന് ചോദിക്കുന്നത് ഈ രണ്ട് കേസിലൊന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു സർഫസിൽ വന്ന് തട്ടുമ്പോൾ ആ സർഫസിലേക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കുറച്ച് മൊമെൻറ്റം ഇമ്പാർട്ട് ചെയ്തു, മൊമെൻറ്റം നൽകും. മൊമെൻറ്റം നൽകുന്നു മീൻസ് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു എന്നാണ്. ഫോഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രഷറും കാണും. ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു സർഫസിൽ വന്ന് തട്ടുമ്പോൾ ആ സർഫസിലേക്ക് കൈമാറിയ മൊമെൻറ്റം എത്രയാണ്, ആ സർഫസിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എത്രയാണ്, ആ സർഫസിൽ എക്സേർട്ട് ചെയ്ത പ്രഷർ എത്രയാണ് എന്ന്. മൂന്ന് കാര്യങ്ങൾ: മൊമെൻറ്റം, ഫോഴ്സ്, പ്രഷർ. ആര് എവിടെ വന്ന് തട്ടുമ്പോൾ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു സർഫസിൽ വന്ന് തട്ടുമ്പോൾ. അതിന് എത്ര കേസാണ് നമുക്ക് പഠിക്കേണ്ടത്? രണ്ട് കേസ്. ഒന്ന്, പെർഫെക്റ്റ് റിഫ്ലക്റ്റർ, വന്ന് തട്ടിയത് മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്നവൻ. രണ്ട്, പെർഫെക്റ്റ് അബ്സോർബർ, വന്ന് തട്ടിയത് മുഴുവൻ അബ്സോർബ് ചെയ്യുന്നവൻ. ഓക്കെ, ഇനി ഓരോന്നും എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ mc². എനർജിക്ക് നമുക്ക് യു എന്ന സിമ്പൽ കൊടുത്താൽ എല്ലാ എനർജിയും നമുക്ക് ഇക്വലൻ്റായിട്ട് mc² എന്ന് എഴുതാം. ഓക്കെ, എനർജിയെ സി കൊണ്ട് ഡിവൈഡ്, u/c ചെയ്താൽ m×c കിട്ടും. m×c എന്നുള്ളത് മൊമെൻറ്റമാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി നമുക്ക് hν എന്ന ഇക്വേഷൻ വെച്ച് കണ്ടെത്താം. hν hc/λ എനർജിയുടെ ഇക്വേഷനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാസ് എനർജി റിലേഷൻ്റെ ഇക്വേഷനാണ് u=mc². അപ്പോൾ ഈ u=mc² എന്ന ഇക്വേഷൻ ഫോളോ ചെയ്തും നമുക്ക് എനർജി കണ്ടെത്താൻ പറ്റും. u=mc² എന്ന ഇക്വേഷനെ അറേഞ്ച് ചെയ്യുമ്പോൾ u/c=mc. ദാറ്റ് മീൻസ് എനർജി ബൈ സ്പീഡ് ചെയ്താൽ മാസിൻ്റെ വെലോസിറ്റി കിട്ടും, മൊമെൻറ്റം കിട്ടും. അപ്പോൾ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദി സർഫസ് കണ്ടുപിടിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ സി ചെയ്താൽ മതി. പെർഫെക്റ്റ് റിഫ്ലക്റ്റർ ആണെങ്കിൽ നമ്മൾ 2u/c എന്നെടുക്കണം. റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം 2 ടൈംസ് ആയിരിക്കും. റിഫ്ലക്ഷൻ ആണെങ്കിൽ 2 ടൈംസ്. പെർഫെക്റ്റ് അബ്സോർപ്ഷൻ ആണെങ്കിൽ u/c. ഫോഴ്സ് ഇമ്പാർട്ടഡ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, u/ct. 2u/ct ഫോഴ്സ്. 2 വരുന്നത് എപ്പോഴാണ്? പെർഫെക്റ്റ് റിഫ്ലക്റ്റഡ് ആകുമ്പോൾ 2. പ്രഷർ ഇമ്പോർട്ടഡ്, ഫോഴ്സ് ബൈ ഏരിയയാണ് പ്രഷർ. CT ഇൻറ്റു ആ സർഫസിൻ്റെ ഏരിയ. പെർഫെക്റ്റ് റിഫ്ലക്റ്റഡ് ആണെങ്കിൽ 2 വരും എന്ന് മാത്രം. CT ഇൻറ്റു A. ഈ പ്രഷറിന് റേഡിയേഷൻ വന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ എന്ന അർത്ഥത്തിൽ അതിന് റേഡിയേഷൻ പ്രഷർ എന്ന് പറയാറുണ്ട്. റേഡിയേഷൻ പ്രഷർ.
മൊമെൻറ്റം ഇമ്പോർട്ടഡ് u/c ആണ്. ഈ ഇക്വേഷനാണ് ഓർക്കേണ്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഓർക്കുക, എനർജി ഈക്വൽ ടു mc². അറേഞ്ച് ചെയ്യുക, c കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് u/c ഈക്വൽ ടു mc, മാസിൻ്റെ വെലോസിറ്റി എന്നുള്ളതാണ് ആര്? മൊമെൻറ്റം. അത് എനർജി ബൈ c. ഇനി 2 വരുന്നത് എപ്പോഴാണ് എന്ന് ശ്രദ്ധിച്ചാൽ മതി. മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകുമ്പോൾ 2 വരും. മൊമെൻറ്റം ആദ്യം കാണുന്നു, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സ് ആണ്, ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ അത് പ്രഷറുമായി മാറും. ഓക്കെ, പെർഫെക്റ്റ് റിഫ്ലക്റ്റർ ആകുമ്പോഴാണ് 2 വരുന്നത്. നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ സർഫസ് അല്ലെങ്കിൽ ഒരു സർഫസിലേക്ക് ഒരു പാർട്ടിക്കിൾ വന്ന് കൊളീഷൻ നടത്തി, m മാസുള്ള പാർട്ടിക്കിൾ v വെലോസിറ്റിയോടുകൂടി വന്ന് കൊളീഷൻ നടത്തി റീബൗണ്ട് ചെയ്തു പോകുന്ന കേസിൽ ഉള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം 2mv ആയിരിക്കും. റീബൗണ്ട് ചെയ്ത് പോകുന്ന കേസിൽ സെയിം സ്പീഡിൽ റീബൗണ്ട് ചെയ്ത് പോകുമ്പോഴുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ അത് 2mv ആണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിലും. പെർഫെക്റ്റായിട്ട് റീബൗണ്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുന്ന കേസിലാണ് ഈ 2 നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയും ഒരു പർട്ടിക്കുലർ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ്, ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ ഓർഡർ എന്നുള്ളത് ഒന്നുകിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന രൂപത്തിൽ. നമുക്കറിയാം, വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡറിലായിരിക്കുമെന്ന്. അങ്ങനെ ഫ്രീക്വൻസി കൂടി വരുന്ന രൂപത്തിലോ കുറഞ്ഞു വരുന്ന രൂപത്തിലോ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ അറേഞ്ച്മെൻറ്റിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ മെയിൻ ആളുകളാണ്, മെയിൻ കമ്പോണൻസ് ആണ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ, അൾട്രാവയലറ്റ്, എക്സ്, ഗാമ. ഈ ഓർഡറിൽ നമ്മൾ ആ പേര് മനസ്സിലാക്കണം. വിസിബിൾ ലൈറ്റിന് ഇരുവശങ്ങളിലായിട്ട് 3 വീതം, മൊത്തം 7 ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ 7 ആളുകളാണുള്ളത്. 7 റേഡിയേഷൻസ് ആണുള്ളത്. വിസിബിളിന് ഇപ്പുറത്ത് 3, വിസിബിളിന് അപ്പുറത്ത് 3, വിസിബിൾ ഉൾപ്പെടെ 7. റേഡിയോ വേവ്സ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത്, ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് റേഡിയോ വേവ്സ്. മൈക്രോവേവിലേക്ക് വന്നാൽ വേവ് ലെങ്ത് റേഡിയോ വേവ്സിനേക്കാൾ കുറവാണ് മൈക്രോവേവ്സിന്. ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് കുറച്ചുകൂടി കുറയുന്നു, വിസിബിള് വീണ്ടും കുറയുന്നു. അങ്ങനെ റേഡിയോ വേവ്സിൽ നിന്ന്, ഈ എൻഡിൽ നിന്ന് ഗാമ എൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വേവ് ലെങ്ത് ഗ്രാജുവലി കുറഞ്ഞു വരുന്നു, ഫ്രീക്വൻസി കൂടുതലായി വരുന്നു. വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് റേഡിയോ വേവ്സിന്, വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത് ഗാമ റേസിന്. ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് ഗാമയ്ക്ക്, ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് റേഡിയോ വേവ്സിന്. ഈ ക്രമത്തിലാണ് അത് കുറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനാണ് ഫ്രീക്വൻസി കൂടുതൽ, ആർക്കാണ് ഫ്രീക്വൻസി കുറവ്? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരുന്ന രൂപത്തിൽ എഴുതാൻ, ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത് വരുന്ന രൂപത്തിൽ എഴുതാൻ, അതുമല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുതലാർക്ക് കുറവാർക്ക്, ഇത്തരം ചോദ്യങ്ങളാണ് മാറി മാറി ചോദിക്കാറ്. അതിനുള്ള ഏക പോം വഴി ഈ ക്രമത്തിൽ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. 7 ആളുകളുടെ പേര് ക്രമത്തിൽ മനസ്സിലാക്കുന്നു. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിളിന് ഒരു സൈഡിലുള്ളത്, പിന്നെ വിസിബിള്,
അൾട്രാവയലറ്റ്, എക്സ്, ഗാമ റേസ്. ഓക്കെ, ഇതിൽ ഏറ്റവും നാരോ ആയിട്ടുള്ള റീജിയനാണ് നമ്മുടെ വിസിബിൾ റീജിയൻ. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ആ 7 എണ്ണം, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും നാരോ ആയിട്ടുള്ള റീജിയൻ. അതൊരു തവണ ചോദിച്ചതാണ്. നാരോ റീജിയൻ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം വിബ്ജിയോ, അതാണ് ഏറ്റവും നാരോ. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ഈ 7 റേഡിയേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. മാച്ച് ദി ഫോളോയിങ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്, റേഡിയോ വേവ്സിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ല ഉണ്ടാവുക. പലതരം റേഡിയോ വേവ്സ് ഉണ്ട്, പല ഫ്രീക്വൻസിയിലുണ്ട്. റേഡിയോ വേവ്സ് നമ്മൾ ഫ്രീക്വൻസി ഒരു റേഞ്ച് ആയിട്ടാണ് പറയാറ്. ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഫ്രീക്വൻസികൾ റേഡിയോ വേവ്സിൻ്റേതാണ്. അങ്ങനെ ചിലപ്പോൾ റേഡിയോ വേവ്സിൻ്റെ അല്ലെങ്കിൽ ഗാമ റേസിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ചോദിക്കാം, അതല്ലെങ്കിൽ വേവ് ലെങ്ത് റേഞ്ച് ചോദിക്കാം. അത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. റേഡിയോ വേവ്സ് സ്ക്രീനിലുള്ള കോളം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ NCERT ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റേഡിയോ വേവ്സ് അതിൻ്റെ വേവ് ലെങ്ത്ത് 0.1 മീറ്ററിനേക്കാൾ കൂടുതൽ, 0.1 മീറ്ററിനേക്കാൾ വേവ് ലെങ്ത്ത് കൂടുതലുള്ളതാണ് റേഡിയോ വേവ്സ്. നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യമാണ് ചോദ്യത്തിൽ ചോദിച്ചത് എങ്കിൽ വേവ് ലെങ്ത്തിൽ നിന്ന് എങ്ങനെ ഫ്രീക്വൻസി കാണാം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സ്പീഡ് ഓർ വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു c/λ. അപ്പോൾ മക്കൾ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫ്രീക്വൻസിയുടെ റേഞ്ചാണ് ചോദിച്ചത് എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്ത്തിൻ്റെയും റേഞ്ച് ബൈഹാർട്ട് ചെയ്താൽ രണ്ടും പരസ്പരം മാറിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഒതുക്കുന്നു. നമ്മുടെ ബൈഹാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് വേവ് ലെങ്ത്തിൽ ഒതുക്കുന്നു. ഫ്രീക്വൻസിയാണ് ചോദ്യമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. കാൽക്കുലേഷൻ സിമ്പിളാണ്, c/λ. ഓക്കെ, മൈക്രോവേവിൻ്റേത് 0.1 മീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെയാണ്. ഇൻഫ്രാറെഡിൻ്റേത് 1 മില്ലിമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ. ലൈറ്റ് 700 നാനോമീറ്റർ മുതൽ 400 നാനോമീറ്റർ വരെ. ഇത് റെഡിൻ്റേതാണ്, ഇത് വയലറ്റിൻ്റേതാണ്. വേവ് ലെങ്ത്തിൻ്റെ അപ്രോക്സിമേറ്റ് റേഞ്ചാണിത്. കറക്റ്റ് 700 നാനോമീറ്റർ ആവില്ല. സംതിങ് അറൗണ്ട് 700, സംതിങ് അറൗണ്ട് 400 നാനോമീറ്റർ. അൾട്രാ വയലറ്റിൻ്റേത് 400 നാനോമീറ്റർ മുതൽ 1 നാനോമീറ്റർ വരെ. എക്സ്റേസ് 1 നാനോമീറ്റർ ടു 10⁻³ നാനോമീറ്റർ. ഗാമ റേസിൻ്റേത് 10⁻³ നാനോമീറ്ററിനേക്കാൾ കുറവാണ്, ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ. ഇനി ബൈഹാർട്ട് ചെയ്യേണ്ടത് ഇവ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനാണ്. റേഡിയോ വേവ്സ് ഉണ്ടാക്കുന്നത് ഇലക്ട്രോണിനെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസിലറേറ്റ് ചെയ്യിച്ചിട്ടാണ് റേഡിയോ വേവ്സ് ഉണ്ടാക്കുന്നത്. ഏരിയൽ ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. മൈക്രോവേവ്സ് ഉണ്ടാക്കുന്നത് 2 വാൽവുകളാണ്. ആ വാൽവുകളുടെ പേരോർത്താൻ നല്ലതാണ്. ക്ലിസ്ട്രോൺ വാൽവ്, മാഗ്നെട്രോൺ വാൽവ്. അതുപോലെ ബാക്കിയല്ല. ഓക്കെ, ഇനി ഇവ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. റേഡിയോ വേവ്സ് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, വാർത്താവിനിമയത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അത് റിസീവ് ചെയ്യണമെങ്കിൽ ഏരിയൽ വേണമെന്ന്, ആൻറ്റിന വേണം. റിസീവറിൽ ആൻറ്റിന കാണും. ഓക്കെ, മൈക്രോവേവ്സ് പോയിന്റ് കോണ്ടാക്ട് ഡയോഡുകൾ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇൻഫ്രാറെഡ് തെർമോപൈലുകൾ ഉപയോഗിച്ച്, ബോളോമീറ്റർ ഉപയോഗിച്ച്, ഫോട്ടോഗ്രാഫിക് ഫിലിമുകൾ ഉപയോഗിച്ച്. അങ്ങനെ
ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഓരോ റേഡിയേഷൻ്റെയും വേവ് ലെങ്ത് റേഞ്ച് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളത് NCERT ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ആ ടേബിളിനനുസരിച്ച് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അപ്ലിക്കേഷൻസ് ഓരോന്നിൻ്റെയും റേഡിയോ വേവ്സിൻ്റെ അപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, വാർത്താവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു റേഡിയോ വേവ്സ്. അടുത്തത് മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, റഡാറിൽ ഉപയോഗിക്കുന്നു. റഡാർ എയർ ട്രാഫിക് കൺട്രോളിംഗ്, വിമാന ഗതാഗതത്തെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് റഡാറുകളാണ് ഉപയോഗിക്കുന്നത്. റഡാറിൽ മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സിൻ്റെ ഒരു ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ മൈക്രോവേവ് അവൻ. മൈക്രോവേവ് അവനിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമ്മുടെ ടെക്സ്റ്റിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം അതാണ് അവൻ. മൈക്രോവേവ്സ് ഉപയോഗിച്ച് കുക്കിംഗ് നടത്തുന്നു, മൈക്രോവേവ് അവൻ. നമുക്കറിയാം എല്ലാ ഫുഡ് പാർട്ടിക്കിൾസിലും ഭക്ഷണ പദാർത്ഥങ്ങളിലും വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും, അതിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഈ വാട്ടർ മോളിക്യൂൾസ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ആ ഭക്ഷണ പദാർത്ഥത്തിനകത്ത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ വാട്ടർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയും മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസിയും ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ മൈക്രോവേവ്സ് കടത്തിവിട്ടാൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലെ വാട്ടർ മോളിക്യൂൾസ് മൈക്രോവേവ്സിനെ നല്ലപോലെ അബ്സോർബ് ചെയ്യും. അങ്ങനെ നല്ലപോലെ അബ്സോർബ് ചെയ്താൽ അവ ചൂടാകും, ദേ ഹീറ്റഡ് അപ്പ്. ഇങ്ങനെയാണ് മൈക്രോവേവ്സിൽ മൈക്രോവേവ് ഓവനിൽ, മൈക്രോവേവ് ഓവൻ എന്നും പറയാം, മൈക്രോവേവ് അവൻ എന്നും പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് മൈക്രോവേവ്സിൽ പെട്ടെന്ന് കുക്കിംഗ് പോസിബിൾ ആകുന്നത്. മൈക്രോവേവ്സിനെ ഫുഡ് പാർട്ടിക്കിൾസിലെ വാട്ടർ മോളിക്യൂൾസ് നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നു, ചൂടാകുന്നു. ട്രഡീഷണൽ വേ ഓഫ് കുക്കിങ്ങിൽ നമ്മൾ ആദ്യം ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, ആ ഹീറ്റ് കണ്ടെയ്നർ എടുക്കുന്നു, കണ്ടെയ്നർ അത് ആ പാത്രത്തിൽ വെച്ച ഫുഡ് പാർട്ടിക്കിൾസിലേക്ക് കൈമാറുന്നു. അങ്ങനെ പല കൈമാറ്റം നടന്നിട്ടാണ് നമ്മളെ ഫുഡ് പാർട്ടിക്കിളിന് ഹീറ്റ് എത്തുന്നത്. ഈ പല കൈമാറ്റം നടക്കുന്ന സമയത്ത് കുറേ ഹീറ്റ് എനർജി വേസ്റ്റായി പോകുന്നു. അതിനാൽ ആ ഭക്ഷണ പദാർത്ഥം കുക്കായി വരാൻ ഒരുപാട് സമയമെടുക്കുന്നു, ഒരുപാട് എനർജി വേസ്റ്റ് ആവുകയും ചെയ്യുന്നു. മൈക്രോവേവ്സിൽ മൈക്രോവേവ് അവനിൽ മൈക്രോവേവ്സ് കടത്തിവിടുന്നു. ഇത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ വാട്ടർ മോളിക്യൂൾസ് നേരിട്ട് അബ്സോർബ് ചെയ്യുന്നു, ഇടനിലക്കാരില്ലാതെ നേരിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നു, പെട്ടെന്ന് പ്രോസസ്സ് നടക്കുന്നു, വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ മൈക്രോവേവിൻ്റെ ഉപയോഗങ്ങൾ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഉപയോഗങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞ റഡാറിൽ ഉപയോഗിക്കുന്നു, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇതും മനസ്സിലാക്കണം. ഇൻഫ്രാറെഡ് വേവ്സ് റിമോട്ട് സെൻസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ റിമോട്ട് കൺട്രോളുകളിലെല്ലാം ഇൻഫ്രാറെഡ് റേസ് ആണ് ഉപയോഗിക്കുക. റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോളിംഗ് സിസ്റ്റങ്ങളും ഉണ്ട്. എന്നാലും നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ TV-യുടെ AC-യുടെ റിമോട്ട് കൺട്രോളേഴ്സിലെല്ലാം ഇൻഫ്രാറെഡ് റേസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിസിബിൾ ലൈറ്റിൻ്റെ ഉപയോഗം ഒബ്ജക്റ്റുകളെ കാണാൻ വളരെ സിമ്പിളാണ്. അൾട്രാ വയലറ്റിൻ്റേത് അത് ബാക്ടീരിയയ്ക്ക് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനാൽ വാട്ടർ പ്യൂരിഫയറിൽ ഉപയോഗിക്കുന്നുണ്ട്. UV എന്നെഴുതിയ വാട്ടർ പ്യൂരിഫയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലാസിക് സർജറി നടത്താനായിട്ട് കണ്ണിന് നടത്തുന്ന ഒരു സർജറിയാണ് ലാസിക് സർജറി. അതിനായിട്ട് അൾട്രാ വയലറ്റ് റേസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എക്സ്റേസ് ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനുമായിട്ട് എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. വ്യാവസായികമായിട്ട് എക്സ്റേസിന് ഉപയോഗങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ എക്സ്റേസിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എക്സ്റേസിൻ്റെ ഉപയോഗങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഗാമ റേസിൻ്റെ ഉപയോഗം. ഇൻ ഷോർട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് പറയുന്ന ആ 7 റേഡിയേഷൻസിൻ്റെയും ഉപയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവയുടെ വേവ് ലെങ്ത് റേഞ്ച്, അതുപോലെ ഫ്രീക്വൻസി റേഞ്ച്, അവ എങ്ങനെ
പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്ത ഈ ചാപ്റ്ററിലുള്ള അവസാന പാർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഒരു റീജിയൻ സ്ക്രീനിൽ ഒരു കപ്പാസിറ്ററിന് 2 പ്ലേറ്റുകളാണ് കാണുന്നത്. ഇടതുവശത്ത് കാണുന്നത് പോസിറ്റീവ് പ്ലേറ്റും വലതുവശത്ത് കാണുന്നത് നെഗറ്റീവ് പ്ലേറ്റും. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കോൺസ്റ്റൻ്റ് അല്ല, സമയത്തിനനുസരിച്ച് അവിടെ ഇലക്ട്രിക് ഫീൽഡിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ഒരു റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ, ഒരു റീജിയണിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ല, അത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അവിടെ എന്ത് കാണും? ഒരു കറണ്ട് കാണും. ആ കറണ്ടിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ε0 ഇൻറ്റു dφ/dt എന്നുള്ളത്. ഇതാണ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ ε0 ഇൻറ്റു dφ/dt. dφ/dt എന്നുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, അതാണ് dφ/dt. ε0 ഇൻറ്റു dφ/dt ചെയ്താലാണ് ആ റീജിയണിലെ എന്ത് കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കിട്ടുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ എല്ലാം ഒരു കണ്ടക്ടറിലുള്ള സാധാരണ കറണ്ടിൻ്റേതു തന്നെയാണ്. സാധാരണ കറണ്ടിന് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്നാണ് പറയുക. ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റിംഗ് കൊണ്ട് ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടക്ഷൻ കറണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കണ്ടക്ഷൻ കറണ്ടിൻ്റെ നമ്മൾ സാധാരണ പറയുന്ന കറണ്ടിൻ്റെ യൂണിറ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന്. സാധാരണ കറണ്ടിൻ്റെ എന്താണ് ഡയമെൻഷനാണ് ആർക്കുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ പറ്റി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ശ്രദ്ധിക്കുക. നമ്മൾ പണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മാത്രമേ വർക്ക് ചെയ്യൂ എന്ന്. ഡയറക്റ്റ് കറണ്ട് കപ്പാസിറ്ററിൽ കൊടുത്താൽ, ഡയറക്റ്റ് കറണ്ടുള്ള സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഉപയോഗിച്ചാൽ ആ കപ്പാസിറ്റർ അവിടെ ചാർജ് ചെയ്യപ്പെടും എങ്കിൽ അത് വർക്കിംഗ് ഉണ്ടാവില്ല. ആ സർക്യൂട്ടിനെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും, ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ. അതെങ്ങനെയാണ് എന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്ന കപ്പാസിറ്ററിന് 2 പ്ലേറ്റുകൾ, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്. നമ്മളൊരു AC ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് കരുത്. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് AC ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് കാണും. ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കൊടുത്തത് എങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും സമയത്തിനനുസരിച്ച്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാകും. അങ്ങനെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് നമ്മൾ AC കണക്ട് ചെയ്യാൻ ഒരു കണ്ടക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പ്ലേറ്റിലേക്ക് കണ്ടക്ടറിൻ്റെ രണ്ടാമത്തെ എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. AC സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോഴ്സിൽ നിന്നും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കണ്ടക്ഷൻ കറണ്ടിൻ്റെ രൂപത്തിൽ ഈ പ്ലേറ്റ് വരെ വരുന്നു. ഈ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് കണ്ടക്ഷൻ പോസിബിൾ അല്ല. നമുക്കറിയാം, ആ 2 പ്ലേറ്റിനിടയിൽ എയറാണ്, അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് ആണ്, അത് കണ്ടക്ട് ചെയ്യാത്തതാണ്. ഒരു പ്ലേറ്റിൽ നിന്നും മറ്റൊരു പ്ലേറ്റിലേക്ക് ആ ഇഫക്റ്റ് പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ നെഗറ്റീവ് പ്ലേറ്റിലെത്തിയാൽ വീണ്ടും കണ്ടക്ഷൻ കറണ്ടായിട്ട് അത് സർക്യൂട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ AC സർക്യൂട്ടിലേക്ക് ഒരു കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്താൽ ആ കണ്ടക്റ്റിംഗ് വയറിലൂടെ കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാകുന്നു. ഏതുവരെ? പോസിറ്റീവ് പ്ലേറ്റ് വരെ. പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയിൽ കണ്ടക്ഷൻ പോസിബിൾ അല്ല, അവിടെ ഉണ്ടാകുന്നു കറണ്ട്. എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നെഗറ്റീവ് പ്ലേറ്റിൽ അവസാനിച്ച് നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും വീണ്ടും കണ്ടക്ഷൻ കറണ്ടായിട്ട് പോകും. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇനി നമ്മളൊരു ബാറ്ററിയാണ് ഇവിടെ കണക്ട് ചെയ്തത് എങ്കിൽ
നേരത്തെ ചിന്തിച്ച പോലെ ഈ കണക്റ്റിംഗ് വയറിൽ കണ്ടക്ഷൻ വയർ ഉണ്ടാകുന്നു, പോസിറ്റീവ് പ്ലേറ്റിൽ അത് അവസാനിക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. നമ്മൾ DC ഉപയോഗിച്ചാൽ, ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ചാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സമയത്തിനനുസരിച്ച് മാറുകയില്ല. മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാവുകയില്ല. മീൻസ് നമ്മുടെ കറണ്ടിനൊരു കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെടും, കണ്ടിന്യൂവിറ്റി ഉണ്ടാകില്ല. മീൻസ് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ആ ഇഫക്റ്റ് ട്രാൻസ്ഫർ ആകില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡയറക്റ്റ് കറണ്ടുള്ള സർക്യൂട്ടിൽ കപ്പാസിറ്ററുകൾ വർക്ക് ചെയ്യില്ല. കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും, പക്ഷേ അത് ഒരു കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യില്ല, മീൻസ് വർക്ക് ചെയ്യില്ല. ചുരുക്കത്തിൽ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്തുണ്ടാകുന്ന കറണ്ടാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ε0 dφ/dt എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ്. dφ/dt എന്നുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ.